ഇനിയും ആർക്കു വേണ്ടിയാണ് ഈ ചോരക്കളി? ഇന്നലെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിൽ ഔഫ് അബ്ദുറഹ്മാൻ എന്ന യുവാവിനെ കുത്തിക്കൊന്നു. സംഭവത്തിൽ യൂത്ത് ലീഗ് നേതാവടക്കം 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ സെക്രട്ടറി ഇർഷാദിനെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. സംഭവത്തിൽ ഇർഷാദും പരിക്കേറ്റ് ആശുപത്രിയിലാണ്. സംഭവത്തെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ട് പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇന്നലെ രാത്രി 10ഓടെയാണ് ഔഫിനെ ഒരു സംഘം ആളുകൾ കുത്തിയത്. സംഭവത്തിൽ കൂടെയുണ്ടായിരുന്ന ഷുഹൈബിനും പരിക്കേറ്റിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ പ്രമുഖനായ ആലമ്പാടി ഉസ്താദിന്റെ മകളുടെ മകനാണ് കൊല്ലപ്പെട്ട ഔഫ്. ഗൾഫിലായിരുന്ന ഔഫ് 6 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. അബ്ദുള്ള ദാരിമിയുടെയും ആയിഷയുടെയും മകനാണ് ഔഫ്. ഔഫിന്റെ ഭാര്യ ഷാഹിന പൂർണ്ണ ഗർഭിണിയുമാണ്. ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ ചോരക്കളി? ആർക്കു വേണ്ടിയാണ്? രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിൽ നിങ്ങളുടേത് യഥാർത്ഥ രാഷ്ട്രീയമല്ല. ഇനിയുള്ള കുറച്ച് ദിവസം ചാനലുകളിലെ അന്തിച്ചർച്ചയിൽ ഔഫ് പ്രധാന വിഷയമായിരിക്കാം. ഔഫിന്റെ പേരിൽ സ്മാരകങ്ങളും അനുസ്മരണങ്ങളും നടന്നേക്കാം. പക്ഷേ ഔഫിനെ നൊന്തുപെറ്റ മാതാവിന്റെ കണ്ണുനീരിന് പകരമാവില്ല. ഔഫിന്റെ ഗർഭിണിയായ ഭാര്യയുടെ വേദനയ്ക്ക് പകരം വെക്കാനുമാവില്ല. ഔഫിനെ ജീവന തുല്യം സ്നേഹിക്കുന്നവർക്ക് ഒരു പകരക്കാരനെ നൽകാനും ആർക്കുമാവില്ല. ഔഫിനെ പോലെ കേരളക്കരയിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ, കൊടിയുടെ പേരിൽ കൊലക്കത്തിക്ക് മുന്നിൽ പിടഞ്ഞു വീണത് ഇതുപോലെ ഓരോ വീടിന്റെയും പ്രതീക്ഷകളായിരുന്നു, അത്താണികളായിരുന്നു. കൊലക്കത്തിക്ക് മുന്നിൽ പിടഞ്ഞു മരിച്ചുപോയവർക്ക് പകരമായി മറ്റൊന്നും നൽകാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങളും നടക്കുമ്പോഴും ഇത് അവസാനത്തതാകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും അതൊരു നടക്കാത്ത കാര്യമായി അവശേഷിക്കുകയാണ്. കൊലപാതക രാഷ്ട്രീയത്തിന്റെ പേര് പറയുമ്പോൾ പലരും മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിലെല്ലാം കൊടികളെ മാറുന്നുള്ളൂ. നഷ്ടം ഒന്ന് തന്നെയാണ്. രാഷ്ട്രീയ കാപാലികന്മാരുടെ ചോരക്കൊതിയിൽ ചേതനയറ്റ് കിടക്കുന്ന ഭർത്താവിന്റെ ശരീരം തകർന്ന ഹൃദയവുമായി കാണേണ്ടി വരുന്ന ഭാര്യമാർ, നൊന്തുപെറ്റ് വളർത്ത് വലുതാക്കിയ മകന്റെ ചോരയിൽ കുളിച്ച ശരീരം കാണേണ്ടി വരുന്ന മാതാപിതാക്കൾ, സ്വന്തം അച്ഛന് എന്ത് സംഭവിച്ചെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത പിഞ്ചുമക്കൾ. ഈ ചിത്രങ്ങളൊക്കെ നാം കണ്ടു പഴകിയതാണ്. കൃപേഷും ശരത് ലാലും ഷുക്കൂറും സയ്യിദ് മുഹമ്മദ് സലാഹുദ്ദീനും ഷുഹൈബുമൊക്കെ ഇന്നും മലയാളികളുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. അവരുടെ കുടുംബങ്ങളുടെ കണ്ണീർ ഇന്നും മനസ്സിൽ നിന്ന് മായാതെ കിടപ്പുണ്ട്. അവസാനിപ്പിക്കാനായില്ലേ കൊടിയുടെ പേരിലെ ഈ ചോരക്കളി? ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.